ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നെന്താ ഒരു കമ്പിക്കൂടൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് എന്നല്ലേ. ഇത് മീൻ പിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഒരു കമ്പി വാങ്ങിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു 1.5 മീറ്ററിൻ്റെ കമ്പി വാങ്ങിയിട്ട് അതിതാ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ചിട്ട് ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ചെറിയ നൂൽക്കമ്പി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കോർത്ത് കോർത്ത് കെട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിഭാഗത്താണ് കാണുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫാനില്ലേ, ഫാനിൻ്റെ ആ ഒരു ചിറകിൻ്റെ പുറകിലുള്ള ആ ഒരു സാധനമല്ലേ, അപ്പോൾ അത് എടുത്തിട്ട് അതാണ് കേട്ടോ അതവിടെ വെച്ചിട്ടുള്ളത്. അതിങ്ങനെ ചെറിയ ജസ്റ്റ് ഒരു ഓട്ടയായതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കാമെന്ന്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഒരു വലിയ കമ്പി ഇതിൻ്റെ റൗണ്ടിൽ ചുറ്റിയിട്ട് ഇതുപോലെ കെട്ടിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ചെറിയ നൂൽക്കമ്പി വെച്ചിട്ട് ഇതുപോലെ കെട്ടി റൗണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മീൻ പിടിക്കാനും പറ്റും. ഇനി നമുക്ക് ചെറിയ എന്തെങ്കിലും തത്തമ്മയോ എന്തെങ്കിലുമൊക്കെ കിളികളൊക്കെ ഇടാൻ കൂടാക്കി ഉപയോഗിക്കാം, അങ്ങനെയും പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നെറ്റാണ് കേട്ടോ, ഈ ബ്ലാക്ക് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അതും ഈ ഒരു കമ്പിമ്മ വെച്ചിട്ട് നമ്മൾ നൂൽക്കമ്പി കൊണ്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇനി ഇവിടെ ഒരു ഹോള് കണ്ടോ, ഈ ഹോളിലൂടെയാണ് മീൻ കയറാനുള്ള സ്ഥലം. അപ്പം ഇനി ഇത് നമുക്ക് ഇതുമ്മ വെച്ചിട്ടൊന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ മുൻപ് ഈ തണ്ടാടി വലേൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമായി. ഇപ്പോഴും അതിനിങ്ങനെ കുറേ ആൾക്കാർ നല്ല കമൻറ്റൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷം. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ഇതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറേ ഭാഗമൊക്കെ ഉണ്ടാക്കുന്നത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ തുന്നി എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആ ഒരു നൂൽക്കമ്പി രണ്ടും ഈ ബ്ലാക്ക് കളറായതുകൊണ്ട് എത്രത്തോളം കാണുന്നുണ്ടെന്നില്ല അറിയില്ല. അപ്പോൾ നമ്മൾ സൂചി കൊണ്ട് കോർത്തെടുക്കുമ്പോൾ തന്നെ ഈ കമ്പി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് കോർത്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഇതാക്കി എടുക്കണ്ടേ, ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കണ്ടേ. അപ്പോൾ ഒരാളോട് ഹായ് പറയാൻ പറഞ്ഞതാണ്. അപ്പോൾ വായ കൊണ്ടാണ് കേട്ടോ കാട്ടി തന്നതാണ്. അപ്പോൾ 1-2 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മീൻ വല ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ കയറിയാലും ആ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ കണ്ടുപിടിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതിലൊന്ന് കയറിയിട്ട് ഒന്ന് പോയി കണ്ടോ കേട്ടോ. കുറഞ്ഞ ചിലവിൽ എങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രൈസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തുന്നിയെടുക്കൽ ഇങ്ങനെ പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നൂൽക്കമ്പി വെച്ചിട്ട് ഇങ്ങനെ തുന്നിയത്. അപ്പോൾ അങ്ങനെ തുന്നലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ വലല്ലേ, മീൻ പിടിക്കണൊക്കെ അങ്ങനത്തെ ഒരു പഴയ വല വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കയറാൻ വേണ്ടിയിട്ടുള്ള ഹോളിട്ട് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, മുകൾ ഭാഗം, അവിടെ മാത്രം കവർ ചെയ്യണില്ല. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ഈ നെറ്റ് കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്ത് നമ്മൾ വലയുടെ പണി ഇവിടെ കഴിയും. അപ്പോൾ നല്ല മഴയുടെ സമയത്തൊക്കെ മീൻ പിടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വല തന്നെയാണ്. അപ്പോൾ ഇത് മീൻ പിടിക്കണത് ഞാനൊരു ദിവസം ഇൻഷാ അല്ലാഹ് മഴയൊക്കെ ഒന്ന് പെയ്യട്ടെ എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ.